ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ്, കുറച്ച് കുരുമുളക് പൊടിച്ചത്. ഞാനിവിടെ മക്കൾക്കായതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കി ഈ മസാലകളൊക്കെ ബീഫിൽ പിടിക്കുന്നത് പോലെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് വിസിലൊക്കെ മാറ്റി വരും. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിലോ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഞാനിവിടെ കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു 5 വിസിലൊക്കെ വന്നപ്പോഴത്തേക്ക് തന്നെ ബീഫ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഈ കുക്കറിൻ്റെ വിസിൽ മാറ്റം വരുത്തിയേക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 5 വിസിലാണ് വേണ്ടി വന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സവാള കട്ടാക്കിയതും പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി കട്ടാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള നല്ലതുപോലെ വഴണ്ട് നല്ലതായിട്ട് കളറൊക്കെ മാറി വരണം. ആ ഒരു പരുവം വരെ ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഈ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയും ഇതുപോലെ നല്ലതുപോലെ മാഷായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ സവാളയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വന്നതുപോലെ തന്നെ തക്കാളിയും നന്നായിട്ട് വഴഞ്ഞ് അതിൽ നിന്ന് ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് നല്ല ഒരു ടേസ്റ്റിൽ നല്ല ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഒന്ന് മൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ തുറന്നെടുത്ത സമയത്ത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്നും കൂടി ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഇടയ്ക്ക് യോജിപ്പിച്ച് ഈ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി ഈ ബീഫിലേക്ക് പിടിക്കണം. അതുവരെയും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് വെള്ളം കംപ്ലീറ്റ് വറ്റി ബീഫിൽ പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അല്ല നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ബീഫിൽ വെള്ളം മുഴുവൻ വറ്റി ഈ ബീഫിലേക്ക് പിടിച്ച് ഇങ്ങനെ ഓരോ ബീഫും സെപ്പറേറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 3 പച്ചമുളകും കട്ടാക്കിയതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. കുറച്ച് ഒരു ഗരം മസാല ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഓൾമോസ്റ്റ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരവും കൂടി ഇതുപോലെ ആക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റായിട്ട് ഇതുപോലെ നല്ല ബീഫ് വരട്ടിയെടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓരോ ബീഫും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതാണിതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.